മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ വൻ സ്ഫോടനം. വൈറ്റ് ഹൌസിന്റെ സമാധാന ചരടുകളെ കട്ടപ്പുകയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൃത്യമായിട്ടുള്ള കെണിയിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. US-ഇറാൻ ചർച്ചകളെ നോക്കുകുത്തിയാക്കി ലെബനാനിൽ ഇസ്രയേൽ വീണ്ടും ചോരപ്പുഴ ഒഴുക്കിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് രണ്ടാം ഘട്ടം കുറിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ചതിക്ക് ഇസ്രയേലിന്റെ നെഞ്ചകം തകർക്കുന്ന തിരിച്ചടി നൽകുമെന്നും തോക്കുകൾക്കിനി വിശ്രമമില്ല എന്നുമുള്ള ഇറാന്റെ മാസ് വാണിംഗ് കൂടിയതോടെ സർവനാശത്തിന്റെ യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ്. ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച നെതന്യാഹുവിന്റെയും മരണക്കളിയും വീണ്ടും യുദ്ധം ചെയ്യും എന്നുള്ള പ്രഖ്യാപനവുമായിട്ട് ഇറാനും നേർക്കുനേർ വരുമ്പോൾ പശ്ചിമേഷ്യ കത്തുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാക്കി ലെബനാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ സജീവമായിട്ട് പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ പുതിയ ആക്രമണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ലെബനാനിലെ അതിക്രമങ്ങൾ ഇസ്രയേൽ ഉടനടി അവസാനിപ്പിച്ചില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈനിക നേതൃത്വം ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനാനിലെ മെയ്ഫഡോൺ, ഷൗക്കിൻ എന്നീ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ മാരകമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങൾക്ക് നേരെയായിരുന്നു പ്രധാനമായും ആക്രമണം ഉണ്ടായത്. ഈ വലിയ ആക്രമണത്തിൽ 4 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ഈ ഒരു നടപടിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാന്റെ ഖാത്തം അൽ അൻബിയ സെൻട്രൽ മിലിറ്ററി കമാൻഡ് പ്രതികരിച്ചത്. ഈ US-ഉമായിട്ടുള്ള പ്രാഥമിക വെടിനിർത്തൽ ധാരണകൾ നിലവിൽ വന്നതിന് ശേഷം മാത്രം ഇസ്രായേൽ 84 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായിട്ട് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, സമാധാനം എല്ലാവരും ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ഒരു കനത്ത ആക്രമണം കാരണം ആ സമാധാനം നഷ്ടപ്പെടുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത് അമേരിക്കയ്ക്കും തിരിച്ചടിയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിയമലംഘനങ്ങൾ വെറുതെ വിടില്ല എന്നും തങ്ങളുടെ സായുധ സേനയിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കണമെന്നും ഇറാൻ സൈനിക വക്താവ് വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള സമാധാന ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഇസ്രയേലിന്റെ ഈ ഒരു ഏകപക്ഷീയമായിട്ടുള്ള സൈനിക നടപടി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ നിലപാട് സമാധാന ചർച്ചകളെ പൂർണ്ണമായിട്ടും തകിടം മറിക്കുമെന്ന ആശങ്കയിലാണ് നയതന്ത്ര ലോകമുള്ളത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലെബനാനിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റവും ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതും US-ഉമായിട്ടുള്ള സമാധാന കരാറിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലെബനാനിലെ പരമാധികാരത്തെ മാനിക്കാത്ത ഒരു കരാറിനും ഇറാൻ തയ്യാറാവില്ല എന്ന സൂചനയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. US-ഇറാൻ ചർച്ചകളോ കരാറുകളോ തങ്ങളെ ബാധിക്കില്ല എന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. തങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കാനും ഹിസ്ബുള്ളയുടെ ഭീഷണി ഇല്ലാതാക്കാനും തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യം സ്ഥാപിച്ച സുരക്ഷാ മേഖലകളിൽ തുടർന്നും സൈനിക നടപടികൾ തുടരുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇസ്രയേലിന്റെ ഈ ഒരു കടുത്ത നിലപാടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള US ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇസ്രയേലിന്റെ പെരുമാറ്റമെന്ന് ട്രംപ് വിമർശിച്ചു. നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലെബനാനിലെ പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം അതീവ സങ്കീർണമായിട്ട് തുടരുകയാണ്. ഇസ്രയേൽ ആക്രമണം തുടരുകയും ഇറാൻ സൈനികമായിട്ട് അതിൽ ഇടപെടുകയും ചെയ്താൽ അത് മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളുടെ ഭാവിയും ഇസ്രയേലിന് മേൽ അമേരിക്ക ചെലുത്തുന്ന സമ്മർദ്ദവും അനുസരിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ വരും നാളുകൾ. അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഈ ഒരു ചരിത്രപരമായിട്ടുള്ള വെടിനിർത്തൽ ധാരണകളിലേക്ക് നീങ്ങുമ്പോഴും അതിനെല്ലാം കാറ്റിൽ പറത്തി ഇസ്രയേൽ ലെബനാനിൽ നടത്തുന്ന തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെയും ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതായത് ഒരു സങ്കീർണമായിട്ടുള്ള യുദ്ധ പ്രതിസന്ധിയിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എത്തി നിൽക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് US-ഉം ഇറാനും ഔദ്യോഗിക സമാധാന കരാറിൽ ഒപ്പുവെക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ സമാധാനം വരും, ഞങ്ങൾ രക്ഷപ്പെട്ടു, വലിയ ആശ്വാസം ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു കാര്യത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത്
ലെബനാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. സുരക്ഷാ മേഖലകളിൽ സൈനിക നടപടികൾ തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോഴും അത് വല്ലാണ്ട് വീണ്ടും മിഡിൽ ഈസ്റ്റിനെ ഭയപ്പെടുത്തുകയാണ്. കാരണം നിലവിൽ ഹോർമുസ് തുറക്കാനുള്ള നടപടികൾ ഒരുങ്ങുന്നു, സമാധാനം വരുന്നു, കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നു. അങ്ങനെ വലിയ ആശ്വാസമാണ് ഈ മിഡിൽ ഈസ്റ്റ് കരുതിയിരുന്നത്. പക്ഷെ അവിടേക്കാണ് നെതന്യാഹുവിന്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. താൻ ഒരുക്കിയ സമാധാന ചട്ടക്കൂട്ടങ്ങളെ അട്ടിമറിച്ച നെതന്യാഹുവിന്റെ ഈ ഒരു ഏകപക്ഷമായിട്ടുള്ള നീക്കത്തിൽ ഈ അമേരിക്കയും വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ്. എന്തായാലും യുദ്ധം അവസാനിക്കും, ഇപ്പോൾ കരാറിൽ ഒപ്പുവെക്കും എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് ഈ ഇസ്രയേലിന്റെ ആക്രമണം കടുക്കുന്നതോടെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഇസ്രയേലിന്റെ നെഞ്ചകം തകർക്കുന്ന ശക്തമായിട്ടുള്ള സൈനിക തിരിച്ചടി നൽകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ആശങ്കയിലാക്കുന്നത്. കാരണം ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ പറയുന്ന ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യമായിരുന്നു ലെബനാനിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തരുത്, ലെബനാനിൽ നിന്ന് ഇനി നിങ്ങൾ പൂർണ്ണമായിട്ട് പിന്മാറണം എന്നുള്ളൊരു കാര്യം. പക്ഷെ അത് അനുസരിക്കാൻ ഇസ്രയേൽ തയ്യാറായില്ല. അത്തരം കാര്യങ്ങളിലേക്ക് ഇസ്രയേൽ യോജിക്കുന്നുമില്ല. മാത്രമല്ല ട്രംപുമായിട്ട് ഇപ്പോൾ ഒരു തെറ്റിപ്പിരിഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സമാധാന കരാർ മുടക്കാൻ വേണ്ടിയിട്ട് ഈ നെതന്യാഹു മനഃപൂർവ്വം ഇത്തരം ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നത്. ഇതാണ് ഇപ്പോൾ വീണ്ടും സമാധാനം അകലെയാക്കാനുള്ള കാരണം. എന്തായാലും സമാധാനം വെള്ളിയാഴ്ച നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള ആക്രമണം തുടരും. അതൊരിക്കലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു ആക്രമണം വീണ്ടും കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ യുദ്ധം വീണ്ടും നീട്ടിക്കൊണ്ടുപോകാൻ നെതന്യാഹു ശ്രമിക്കുമ്പോഴും ഈ ട്രംപ് അതിൽ പതുങ്ങിയിരിക്കുകയാണ്. ട്രംപ് തന്റെ നീക്കങ്ങളോടെ എങ്ങനെയെങ്കിലും സമാധാനം കൊണ്ടുവരാൻ നോക്കുകയാണ്. കാരണം ട്രംപ് ഈ യുദ്ധത്തിൽ ഏകദേശം പരാജയപ്പെട്ടു എന്നുള്ളത് നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. അവരുടെ വലിയൊരു പരാജയം തന്നെ വെളിവായിരുന്നു. എന്തായാലും ആ ഒരു നീക്കങ്ങളിലേക്ക് ട്രംപ് പോകുമ്പോൾ മറുവശത്ത് ഇറാൻ വീണ്ടും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും മേഖലയിൽ സമാധാനം കൊണ്ടുവന്ന് സ്വന്തം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നോക്കിയ ട്രംപിന്റെ തന്ത്രങ്ങളെ കൃത്യമായിട്ട് കെണിയിലാക്കിയിരിക്കുകയാണ് നെതന്യാഹുവിന്റെ നിലപാട് കൊണ്ട് ഇപ്പോൾ ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ അമേരിക്ക. ചുരുക്കത്തിൽ ഇറാന്റെ മാസ് വാഷിംഗ്ടണിന്റെ നടുവിലും ട്രംപിനെ കൃത്യമായിട്ട് പൂട്ടിക്കൊണ്ടുള്ള നെതന്യാഹുവിന്റെ ഈ ഒരു മരണക്കളി പശ്ചിമേഷ്യ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അഗ്നിയിലേക്ക് തള്ളിവിടുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തോടെ യുഎസുമായിട്ട് ഏറെ പ്രയാസപ്പെട്ടു ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പശ്ചിമേഷ്യൻ സമാധാന കരാർ പൂർണ്ണമായിട്ട് മുങ്ങിപ്പോകുന്ന ഭീതിയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുള്ളത്. എന്തായാലും ഈ ഇരു രാജ്യങ്ങളും സമാധാന ധാരണാപത്രം യാഥാർത്ഥ്യമാക്കുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രയേൽ ഈ ഒരു പണിയെടുത്തത്, അല്ലെങ്കിൽ ഇസ്രയേൽ ഈ ഒരു പണി കൊടുത്തത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിന് കാരണമായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. ഇസ്രയേലികൾ തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. മാത്രമല്ല അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും ലെബനാനിലെ പരമാധികാരത്തെ മാനിക്കാത്ത ഒരു കരാറിനും തയ്യാറല്ല എന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒപ്പിടുന്ന ധാരണ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് വീണ്ടും വീണ്ടും നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കും, സമാധാനം വരുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് വീണ്ടും യുദ്ധത്തിന്റെ ഭീതി വിതച്ചുകൊണ്ട് ഇസ്രായേൽ വരുമ്പോൾ അത് ഇറാൻ വലിയ രീതിയിൽ തന്നെ നോക്കിക്കാണുകയാണ്. ഒരിക്കലും മുട്ടുമടക്കില്ല, തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുപരി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം പ്രത്യാഘാതം അവിടെ ഉണ്ടാക്കുമെന്നുള്ളത് നമ്മൾ ഈ ഒരു ഫെബ്രുവരി 28 തുടങ്ങിയ ഈ ഒരു യുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ്. എത്രത്തോളമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായ നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടായ പ്രഹരം എന്നുള്ളത്. ഏതായാലും ഇറാൻ വെറുതെ ഇരിക്കില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും യുദ്ധം സമാധാനത്തിലേക്കല്ല, വലിയ രീതിയിലുള്ള ഒരു അഗ്നിഗോളത്തിലേക്ക് മാറുമെന്നതിൽ സംശയമില്ല. അത്തരം നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തെ വീണ്ടും കൊണ്ടെത്തിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഇസ്രായേലിന്റെ അവസാന കളിയായിരിക്കും. കാരണം ഇസ്രായേൽ ഇത് തുടരുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് ഇസ്രായേലിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും അടുത്ത ഇറാൻ പ്ലാൻ ചെയ്യുക.